എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വ്ളോഗിലിട്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ പള്ളിപ്പാളയം ചിക്കൻ. അതൊരു ഒത്തന്റിക് റെസിപ്പിയാണ്. അതായത് നമ്മുടെ തമിഴ്നാട് ഈറോഡ് എന്ന പ്ലേസിലുള്ളതാണ് പള്ളിപ്പാളയം എന്ന സ്ഥലം. അവിടെയുള്ളൊരു അടിപൊളിയായിട്ടുള്ള ഡിഷാണ്. നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസമാണ് ആദ്യമായിട്ട് ഈ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാവുക എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഈ റെസിപ്പി ആദ്യമായി ഞാൻ കണ്ടപ്പോൾ എനിക്ക് അത്ര വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, കാഴ്ചയിലും വലിയ ലുക്കൊന്നും ഇല്ല, എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ്, തക്കാളി പോലും ഇടുന്നില്ല എന്നൊക്കെ ഉള്ളൊരു മനസ്സിലൊരു സംശയകരമായ സാഹചര്യത്തിലാണ് ഞാനത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ചിക്കൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് സ്പൈസി ആയിരുന്നു. അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. പക്ഷെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിലും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു അറിവ്, എക്സൈറ്റ്മെന്റ് കൂടുകയാണ് ഫുഡിനെ പറ്റി. അപ്പോൾ നിങ്ങളിത് എന്തായാലും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈസ് ലെവൽ. മുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നല്ല സ്പൈസി വേണമെങ്കിൽ മുളകിന്റെ എണ്ണം കൂട്ടുക, അല്ലെങ്കിൽ കുറച്ചിടുക കേട്ടോ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ ഡിഷാണ്. അപ്പോൾ ചിക്കൻ പള്ളിപ്പാളയം ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് തരിക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട്ടൊന്ന് ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പള്ളിപ്പാളയം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ചിക്കൻ പള്ളിപ്പാളയം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 3/4 കിലോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വെയിറ്റ് ആണ് കേട്ടോ. നമ്മളിവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഇതിന് മൊത്തം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ചിക്കന് 750 ഗ്രാമാണ് വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഫ്രഷ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. പക്ഷെ നിങ്ങൾക്ക് ചിക്കൻ ബ്രസ്റ്റ് വെച്ചിട്ടും ചെയ്യാം. അതേപോലെ തന്നെ ഫ്രോസൺ ചിക്കൻ വെച്ചിട്ടും ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. പക്ഷേ എല്ലോട് കൂടിയുള്ള ചിക്കൻ വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി സ്വാദ് കൂടുതലുണ്ടാവുക കേട്ടോ. ചിക്കൻ പള്ളിപ്പാളയം ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ കഷ്ണങ്ങളാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് വളരെ നന്നായി വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 300 ഗ്രാമാണ് ചെറിയുള്ളി എടുത്തിരിക്കുന്നത്. എണ്ണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30-35 എണ്ണം വരും ഒരു വലിയ ചെറിയുള്ളിയുടെ കണക്ക്. പക്ഷേ ചെറിയുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവാള ഉപയോഗിക്കാം. ഒരു 2 മീഡിയം സവാള വളരെ നൈസാക്കി അരിഞ്ഞാൽ മതിയാവും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ചെറിയുള്ളി തന്നെയാണ് വേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടത് വറ്റൽ മുളക്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസിൽ ഒന്നാണ് വറ്റൽ മുളക്. അപ്പോൾ ഇതുപോലത്തുള്ള മുളക് 10 മുളകാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവെല്ലാം കളഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകാണ്. ഞാൻ ആദ്യമായിട്ട് ഈ ചിക്കൻ പള്ളിപ്പാളയം ഉണ്ടാക്കി നോക്കിയപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ. അപ്പോൾ അതിൽ വെച്ച് എനിക്ക് ആദ്യമായിട്ട് ചെയ്തപ്പോൾ ഇത് എരിവ് അധികമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ബ്ലോഗ് നോക്കി ചെയ്ത റെസിപ്പി ആയിരുന്നു. അപ്പോൾ അതിൽ 1/2 കിലോ ചിക്കൻ ഒരു 10-12 എടുത്തിട്ടുണ്ടായിരുന്നു മുളക്. അപ്പോൾ ഞാൻ വെച്ചാൽ എനിക്ക് 3/4 കിലോ ചിക്കൻ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് 15 മുളക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ദൈവമേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് എരിവായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ 3/4 കിലോ ചിക്കന് 10 മുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. പലതരത്തിലുള്ള മുളകുകൾ അവൈലബിൾ ആണ് നമുക്ക്. അപ്പോൾ ഓരോ മുളക് അനുസരിച്ചും എരിവിനും വ്യത്യാസം വരും. ഈ മുളക് ഇല്ലെങ്കിൽ മാത്രം മുളക് പൊടി ഉപയോഗിച്ചാൽ മതി. പക്ഷേ ട്രഡീഷണൽ രീതിയിൽ വറ്റൽമുളക് തന്നെയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ കുരു കളഞ്ഞിട്ട് 10 മുളക് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്കിനി ഇത് ചിക്കൻ റെഡിയാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ അടി കട്ടിയായിട്ടുള്ള നോൺ സ്റ്റിക്കിൻ്റെ ഒരു വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ചീനച്ചട്ടി ഉപയോഗിച്ചാലും മതിയാകും. ഇതിലോട്ട് നമുക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നല്ലെണ്ണ ആയാലും നന്നായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടാവട്ടെ. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ തീ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. ഉഴുന്നുപരിപ്പ് ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ എനിക്ക് ചേർത്ത് കൊടുക്കാൻ പോകും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 10 മുളക്. അത് നമുക്ക് 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലതായിട്ട് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കോട്ടെ. അതിനുശേഷം വേണം നമുക്കിതിലോട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാൻ. തീരെ മുളക് ഇതേപോലെ വറ്റൽ മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി അവസാനമാണ് ഉപയോഗിക്കേണ്ടത്. ഈ സമയത്ത് മുളക് പൊടി ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ, എന്നുവെച്ചാൽ കരിഞ്ഞു പോകെ. ആ ചെറിയുള്ളിയൊക്കെ റെഡി ആയതിനു ശേഷം, അല്ലെങ്കിൽ സവാള ഇറങ്ങി സവാള വഴറ്റിയതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി ഇട്ടുക. മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്താണ് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. പക്ഷേ പള്ളിപ്പാളയം ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ റെസിപ്പി. മുളക് പൊടിയും സവാളയൊന്നും അല്ല ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല വാസന വരുന്നുണ്ട്. നമുക്ക് അതിലോട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം.
ചെറിയുള്ളി ഞാൻ വളരെ നൈസാക്കി അരിഞ്ഞിട്ടുണ്ട്. ചിലർ ചെറിയുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് അരച്ച് ചേർക്കാറുണ്ട്. പക്ഷേ ഞാൻ അരച്ച് ചേർക്കുന്നില്ല, ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിലോട്ട് ഞാൻ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു കൂടം വെളുത്തുള്ളി ഉണ്ട്, അത് മൊത്തത്തിൽ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതും ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ലെങ്കിൽ ഈ സമയത്ത് സവാളയും വെളുത്തുള്ളിയും ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. 1 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയൊരു ഗോൾഡ് കളർ ആവുന്ന വരെ വഴറ്റി കൊടുക്കണം. ഇതിൽ തക്കാളി ഇല്ല, വേറെ ഇഞ്ചി ഇല്ല, ഗരം മസാല ഇല്ല, വേറെ പൊടികളൊന്നുമില്ല. ആകപ്പാടെ മഞ്ഞൾപ്പൊടി മാത്രം നമുക്കിനി കുറച്ച് കഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഞാൻ ഈ റെസിപ്പി കണ്ടപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് എന്ന് എനിക്ക് അത്ഭുതമായിരുന്നു. പക്ഷേ സംഭവം കിടക്കിട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വാടി ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കന് ചേർക്കുന്നതിനേക്കാൾ മുൻപ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നാളികേരക്കൊത്ത് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിളഞ്ഞ കരിക്കുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. തേങ്ങ ആവുന്നേക്കാൾ മുൻപായിട്ടുള്ളൊരു പരുവില്ലേ, അല്ലെങ്കിൽ തേങ്ങയാണെങ്കിലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു പകുതി തേങ്ങയുടെ കൊത്ത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ വാങ്ങിച്ചിട്ട്, അതായത് 2 കഷ്ണമായിട്ട് മുറിച്ച് വാങ്ങിക്കും, എന്നിട്ട് ഫ്രീസറിൽ വെക്കും. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമ്മൾ തേങ്ങ കേടാവാതെ ഇരുന്നോളും. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഞാനിപ്പോൾ ഈ ഒരു മൊത്തം പകുതി തേങ്ങ ഉപയോഗിച്ചല്ലോ, അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് നേരം ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചു. അത് കഴിഞ്ഞ് കത്തി കൊണ്ടൊന്ന് വരഞ്ഞ് എടുക്കുമ്പോഴേക്കിനും നമ്മുടെ തേങ്ങക്കൊത്ത് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. അത് വളരെ എളുപ്പമാണ്. ഇപ്പോൾ പായസത്തിലേക്കാണെങ്കിലും എന്തിലേക്കാണെങ്കിലും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ വലുതായിട്ട് ഇടാം, അതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ വലിയ കഷ്ണങ്ങളായിട്ടാണ് തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് എന്ത് ചേർത്ത് കൊടുക്കണം? നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഇനി വേറെ ഒന്നും ഇടാനില്ല ഇതിലോട്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റോളം ഇത് ഒന്ന് വഴറ്റി കൊടുക്കണം. അതിന് ശേഷമാണ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇത് ഓരോ സ്ഥലത്ത് കിട്ടുന്ന ചിക്കൻ അനുസരിച്ച് ചിക്കൻ്റെ കുക്കിംഗ് ടൈം വ്യത്യാസം വരും. എനിക്കിപ്പോൾ ഇവിടെയൊക്കെ 20 മിനിറ്റാണ് മീഡിയം ഫ്ലെയിമിൽ ചിക്കൻ കുക്ക് ചെയ്യാൻ എടുക്കാറുള്ളത്. സമയം നാട്ടിലാകുമ്പോൾ ചിലപ്പോൾ മാറ്റം വന്നു എന്ന് വരും. അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ചിക്കൻ തൊട്ട് നോക്കുക, കുക്കായിട്ടുണ്ടോ നോക്കുക, അല്ലെങ്കിൽ വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ ആദ്യം വെള്ളം ഒഴിക്കുന്നില്ല, ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരട്ടെ. എന്നിട്ട് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ മാത്രം അല്പം വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഇത് ഡ്രൈ ആക്കി ഉണ്ടാക്കുന്നൊരു റെസിപ്പിയാണ്, അതുകൊണ്ട് വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രം, അതായത് അലുമിനിയമോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ആദ്യം തന്നെ കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ആദ്യം തന്നെ വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ, ചിക്കനുള്ള വെള്ളം പുറത്ത് വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം വെള്ളം ഒഴിക്കുന്നില്ല, ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് ചിക്കൻ വേവട്ടെ. കുറച്ചും കൂടെ കഴിഞ്ഞ് നോക്കിയിട്ട് വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ 25 മിനിറ്റ് ആയി കേട്ടോ. ഞാനിപ്പോൾ ചിക്കൻ അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് തുറന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ചിക്കനിൽ നിന്ന് വെള്ളം വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ മറക്കരുത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇനി നമുക്കിതങ്ങ് നന്നായിട്ടങ്ങ് വരട്ടിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉപ്പ് നോക്കുക. ചുമ വന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. കളറൊക്കെ കണ്ടില്ലേ, ചേഞ്ച് ചെയ്ത് തുടങ്ങി, നല്ല ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഉപ്പ് നോക്കട്ടെ, നന്നായി കുക്കായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കിതിലോട്ട്. എരിവുണ്ട് കേട്ടോ, 10 മുളക് ഇട്ടിട്ട് എരിവുണ്ട്. പക്ഷേ ഈ എരിവ് വേണം, അതാണ് പള്ളിപ്പാളയം ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക്ലെയിമറാണ്, ഇത് എരിവുള്ളൊരു ഡിഷാണ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ എരിവാണെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ ഇത് നമുക്കിനി നന്നായിട്ട് വരട്ടിയെടുക്കണം. ഒരു ഡാർക്ക് ഷെയ്ഡ് ആക്കുന്നവരെ ഒന്ന് ഞാൻ വരട്ടിയെടുക്കാൻ പോവുകയാണ്. ഉപ്പൊരല്പം കുറവുണ്ടേ, അല്പം മാത്രം ചേർത്ത് കൊടുക്കാം. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു എനിക്ക് പൊക്കളം പറയാം, നന്നായി ചുമയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ സമയത്ത്. നിങ്ങൾ ഉപയോഗിക്കുന്ന മുളക് അനുസരിച്ച് മാറ്റം വരെ. ഒരുപാട് എരിവുള്ള മുളകാണെങ്കിൽ 8 മുളകൊക്കെ എടുത്താൽ മതിയാകും. പിന്നെ നിങ്ങൾക്ക് എരിവുള്ള മുളക് 4 എണ്ണം, കാശ്മീരി മുളക് 4 എണ്ണം ഉപയോഗിക്കാം, അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ, കളർ വരുത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 10 മുളക് എടുത്ത കാരണം അത്യാവശ്യം നല്ല എരിവുണ്ട്. അത് നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോളൂ. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചേച്ചി കഴിക്കാൻ പറ്റിയില്ല, എരിവ് കൂടുതലായതൊന്നും എൻ്റെ അടുത്ത് പറയാൻ പാടില്ല കേട്ടോ. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു പൊടി പഞ്ചസാര ഇടുകയാണ്. ആ എരിവിനെ ഒന്ന് ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് തികച്ചും ഓപ്ഷനിലാണ്. പള്ളിപ്പാളയത്തിലൊന്നും ഒരു പഞ്ചസാര ഒന്നും ഇടില്ല. ഇത് ഈ സമയത്ത് ഓഫ് ചെയ്യാം. ഞാൻ ഒന്നും കൂടെ ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ചിക്കൻ പള്ളിപ്പാളയം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ നോക്കൂ, ഇതിൻ്റെ കളർ കണ്ടേ, എന്തൊരു ഡാർക്ക് കളറായി നോക്കൂ. നമ്മൾ ഇട്ട സമയത്ത് വെറുതെ മഞ്ഞപ്പൊടി മാത്രം ഇട്ടുണ്ടായിരുന്നു, പിന്നെ മുളകും. ആ മുളകിൻ്റെ കളറാണ്, മഞ്ഞപ്പൊടിയും മുളകും കൂടെ ഉള്ള കളറാണ് ഇത്രയും ഡാർക്ക് ഷെയ്ഡായത്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചേർത്തിരിക്കുന്ന തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്തൊക്കെ നന്നായി സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില തൂക്കി കൊടുക്കുകയാണേ.
അതേപോലെ തന്നെ ഒരല്പം വെളിച്ചെണ്ണയും. വെളിച്ചെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കണമെന്ന് മാത്രം. ഓക്കെ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പള്ളിപ്പാളയം എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാനിതിൻ്റെ ഗ്രേവി ഒന്ന് കഴിച്ച് നോക്കട്ടെ, അതുപോലെ തന്നെ തേങ്ങക്കൊത്തൊന്ന് കഴിച്ച് നോക്കട്ടെ. ചേട്ടൻ പറഞ്ഞ പോലെ ഇതിലത്തെ തേങ്ങക്കൊത്തിന് സ്പെഷ്യൽ ടേസ്റ്റാണ്. അടിപൊളി കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. സൂപ്പറായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഗ്യാരണ്ടി. എരിവ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വേറെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അഥവാ നിങ്ങളൊരു വരട്ടുന്നേക്കാൾ മുമ്പേ ടേസ്റ്റ് നോക്കിയിട്ട് എരിവ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ മുളക് അങ്ങ് കോരി മാറ്റി വെച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് ആ മുളകിൻ്റെ എരിവ് വരില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തത്. ഒരുപാട് എരിവ് ഫീൽ ചെയ്തപ്പോൾ ഞാൻ ആ മുളക് എല്ലായിടത്തും പുറത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ പിന്നെ ബാക്കിയുള്ള എരിവിൽ കിടന്നിട്ടുള്ളത് ചിക്കൻ നന്നായി ഡ്രൈ ആയിട്ട് വന്നത്. പക്ഷേ ഇപ്പം ഇന്ന് ഈ 10 മുളക് എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന എരിവാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഇവിടെ റിബൺ പക്കോട ഉണ്ടാക്കണു എൻ്റെ ജാൻജോഷി. എണ്ണയിലേക്ക് മതി മതി എണ്ണ അധികം ഇല്ല അതിൽ. എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ജീവിതം ജീവിതം പലഹാര കച്ചവടമൊക്കെ തുടങ്ങണ്ടെന്ന് അത് അറിഞ്ഞിരിക്കണ്ടേ കുടുംബത്തിലെല്ലാവരും. ഹോം ഡെലിവറി ഉണ്ടാവും. ഹോം ഡെലിവറി അല്ല, വീട്ടിൽ വന്ന് വാങ്ങിക്കണ്ടല്ലോ. നമ്മുടെ വീട്ടിലൊന്നും പിന്നെ കൊറോണ ഇവിടെ ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ജീവിക്കണ്ടേ. അങ്ങനെ നമ്മളൊരു മുഴം നീട്ടിയെറിയാൻ യൂട്യൂബൊന്നും ഉണ്ടാവും നമുക്കറിയില്ല.